ഹായ് ഓൾ. സോ നമ്മൾ ഇന്നത്തെ ലെക്ചർ എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ ഓഫ് എ ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് for a particular value of input the output will be 0, and after that if you increase the input output increases linearly with a slope of k. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. സോ ഇവിടെ നമ്മൾ ഓൺലി ഡെഡ് സോൺ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡെഡ് സോൺ ആൻഡ് സാച്ചുറേഷൻ പറഞ്ഞില്ലേ, സെയിം തന്നെ അതിനകത്ത് സാച്ചുറേഷൻ അങ്ങ് കളയുക, ഡെഡ് സോൺ മാത്രം മാർക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞു സോ ഫോർ എ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി, ആ ഒരു ഇൻപുട്ട് സിഗ്നലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഡെഡ് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആൽഫ എന്ന് പറയുന്ന പോയിന്റ് മാത്രം മാർക്ക് ചെയ്താൽ മതി. സാച്ചുറേഷനും കൂടെ വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബീറ്റയും കൂടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു input x is a sinusoidal signal and small x is equal to capital X sin omega t. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് when omega t equal to alpha എന്ത് വരും? when omega t equal to alpha small x is equal to d by 2 ആണ്. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് എഴുതാൻ പറ്റും when omega t equal to alpha small x എന്ന് പറഞ്ഞാൽ എന്താണ്? d by 2 ആണ്. ആ ഡോട്ടർ ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൽഫ എന്ന് പറഞ്ഞാൽ ഒമേഗ ടിയിലുള്ള പോയിൻ്റ് ആവുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് സോൺ d by 2 ആണ്. സോ ആ രണ്ട് പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഒമേഗ ടി ഈക്വൽ ടു ആൽഫ ആൻഡ് സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു d by 2 എന്നുള്ളത് ഇക്വേഷൻ 2.53 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ d by 2 ഇസ് ഈക്വൽ ടു എക്സ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് സൈൻ ഒമേഗ ടിക്ക് പകരം ആൽഫ കൊടുക്കുക, d by 2 ഈക്വൽ ടു എക്സ് സൈൻ ആൽഫ എന്ന് കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ, സെയിം ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, സോ d by 2 ഇനി നമുക്ക് പിന്നെ നമ്മൾ ഡെറിവേഷൻ ചെയ്ത് വരുമ്പോൾ d by 2 എന്നുള്ള ടേമിന് പകരം നമ്മൾ എക്സ് സൈൻ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണിത്. ഓക്കെ, സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഔട്ട്പുട്ടിനെ കുറിച്ച് നോക്കാം. സോ ഇവിടെ നേരത്തെ കൂട്ട് തന്നെയാണ്, ആൽഫ എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സോ 0 to ആൽഫ ഡെഡ് സോൺ ആണ്. സോ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ടും ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് ഈ ലീനിയറായിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ ഒരു സൈൻ വേവ് തന്നെയായിരിക്കും. ഇനി അപ് ടു 2π വരെയുള്ളതാണ് ഇത് വരച്ചേക്കുന്നത്. സോ പൈ മൈനസ് ആൽഫ എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്, പിന്നെ പൈ വരുന്നുണ്ട്, പിന്നെ നമ്മൾ 2π വരെ ഇത് വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഹാഫ് വേവ് ആൻഡ് ക്വാർട്ടർ വേവ് സിമെട്രി ഉള്ളതുകൊണ്ട് നമ്മൾ നോർമലി 0 to π by 2 മാത്രമേ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഒരു ഡെഡ് സോൺ എപ്പോഴൊക്കെയാണോ വരുന്നത്, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ഡെഡ് സോൺ വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 0 ആയിരിക്കും. അല്ലാത്തപ്പം നമുക്ക് സെയിം ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. സോ അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഔട്ട്പുട്ട് y ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 regions ഇൻ എ പീരീഡ് ഓഫ് പൈ. ദ ഔട്ട്പുട്ട് ഇക്വേഷൻ y ഈക്വൽ ടു 0 വെൻ ഒമേഗ ടി ഈസ് ബിറ്റ്വീൻ 0 to ആൽഫ ആൻഡ് k ഇൻറ്റു, ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യൂഷ്വലി നമ്മൾ കെ എക്സ് എന്നാണ് എഴുതുന്നത്. ഇവിടെ ഡെഡ് സോൺ വരുന്നത് കൊണ്ട് എപ്പോഴും ഡെഡ് സോൺ കളഞ്ഞിട്ട് വേണം എഴുതാൻ, അതായത് d by 2 മൈനസ് ചെയ്യണം. സോ എക്സ് മൈനസ് d by 2 എന്ന് വേണം എഴുതാൻ. പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ കെ ഇൻറ്റു എക്സ് മൈനസ് d by 2, എവിടെ തൊട്ട് എവിടെ വരെ? ആൽഫ തൊട്ട് പൈ മൈനസ് ആൽഫ വരെ. വീണ്ടും ആഫ്റ്റർ പൈ മൈനസ് ആൽഫ ടു പൈ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ നമുക്ക് അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, യൂഷ്വലി നമ്മൾ കെ ഇൻറ്റു എക്സ് എന്നാണ് എഴുതുന്നത്. ഇവിടെ ഡെഡ് സോൺ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അത്രയും നമ്മൾ കളയണം. അതുകൊണ്ടാണ് എക്സ് മൈനസ് d by 2 എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. സോ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം kn ഓഫ് എക്സ് ഒമേഗ ഈക്വൽ ടു y1 by x ആംഗിൾ 5 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള y1 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫണ്ടമെൻ്റൽ ഹാർമോണിക് കമ്പോണൻറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ്. ഇനി ഇവിടെ നമുക്ക് 2 കോമ്പണൻറ്റാണ് വേണ്ടത്, a1ഉം b1ഉം. അപ്പോൾ നമുക്ക് y1 ഈക്വൽ ടു റൂട്ട് ഓഫ് a1² പ്ലസ് b1² കിട്ടും. φ1 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് b1 by a1 കിട്ടും.
ഇനി ഔട്ട്പുട്ടിന് ഹാഫ് വേവ് ആൻഡ് ക്വാർട്ടർ വേവ് സിമെട്രി ഉള്ളതുകൊണ്ട് B1 0 ആയിരിക്കും. ഓക്കെ, സോ A1 മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇവിടെ ഓഡ് സിമെട്രിയാണ്. ഓഡ് സിമെട്രി ആയതുകൊണ്ട് എന്തായിരിക്കും, സൈൻ്റെ ടേംസ് മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കോസ് ടേംസ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് B1 0 ആയിരിക്കും. A1ന് ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, 2/t ഇൻ്റഗ്രൽ 0 to π/2 y sin ഒമേഗ t d ഒമേഗ t. ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ക്വാർട്ടർ വേവ് സിമെട്രി ആയതുകൊണ്ട് 2π-നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ π/2 വെച്ചിട്ട്. സോ π/2 വരെയുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ 2/π/2 ഇൻ്റഗ്രൽ 0 to π/2. അപ്പോൾ നമുക്ക് ഏതൊക്കെ വരും? 0 to π/2-ൽ നമുക്ക് 0 to ആൽഫയുണ്ട്, പിന്നെ ആൽഫ ടു π/2 ഉണ്ട്. 0 to ആൽഫ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. സോ നമുക്ക് ആൽഫ ടു π/2 മാത്രം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ 4/π ഇൻ്റഗ്രൽ ആൽഫ ടു π/2 k ഇൻറ്റു ആൽഫ ടു π/2 ഔട്ട്പുട്ട് എന്താണ്? k ഇൻറ്റു എക്സ് മൈനസ് d/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, എക്സ് മൈനസ് d/2 എന്നാൽ മനസ്സിലായില്ലേ? ഓക്കെ, യൂഷ്വലി നമ്മൾ കെ എക്സ് എന്നായിരുന്നത് ഡെഡ് സോൺ കളയേണ്ടത് കൊണ്ടാണ് എക്സ് മൈനസ് d/2 ചെയ്യുന്നത്. ഇനി എക്സ് ഈക്വൽ ടു എക്സ് ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 4k ഔട്ട്സൈഡ് എടുത്തു. 4k/π ഇൻ്റഗ്രൽ ആൽഫ ടു π/2 എക്സ് സൈൻ ഒമേഗ ടി മൈനസ് d/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി അങ്ങനെ കിട്ടി. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഒമേഗ ടി കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ 4k/π ഇൻ്റഗ്രൽ ആൽഫ ടു π/2 എക്സ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി മൈനസ് d/2 ആൽഫ ടു π/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. സോ 4k/π x/2 എന്ത് ചെയ്യാം? x/2 എങ്ങനെയാണ് വന്നത്? സൈൻ സ്ക്വയർ തീറ്റയെ നമ്മൾ 1 - cos 2θ/2 എഴുതി. എന്നിട്ട് ബാക്കി എല്ലാ ടേംസും അതുകൂട്ട് തന്നെ എഴുതുക. നെക്സ്റ്റ് ടേമിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? ഡി ഒമേഗ ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ടി, കോസ് 2θ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2 ഒമേഗ ടി/2 ലിമിറ്റ് ആൽഫ ടു π/2 മൈനസ് d/2 സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ടി ലിമിറ്റ് ആൽഫ ടു π/2. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ആണ്. 4k/π ഇൻറ്റു x/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് π/2 മൈനസ് സൈൻ 2 ഇൻറ്റു π/2 അപ്പോൾ സൈൻ പൈ ആവും, ഡിവൈഡഡ് ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് ആൽഫ പ്ലസ് സൈൻ 2 ആൽഫ/2. ഇനി മൈനസ് d/2 ഇൻറ്റു മൈനസ് കോസ് π/2 പ്ലസ് കോസ് ആൽഫ. ഓക്കെ, ഇനി ഇവിടെ സൈൻ പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ 180 0 ആണ്. സോ സൈൻ പൈ ഈക്വൽ ടു 0 പോകും. പിന്നെ ഏതാ പോകുന്നത്? കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. ബാക്കി എല്ലാ ടേംസും അതുകൂട്ട് തന്നെ എഴുതുക. സൈൻ പൈ 0 ആക്കുക, കോസ് π/2 0 ആക്കുക, ബാക്കി എല്ലാ ടേം എഴുതുക. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ d/2-നൊരു ടേം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ. സോ d ഈക്വൽ ടു അല്ലേ, ഏതാണ് നമ്മൾ നേരത്തെ എഴുതിയത്? d/2 ഈക്വൽ ടു എക്സ് സൈൻ ആൽഫ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ആ ടേംസ് നമ്മൾ ഇവിടെ എഴുതാൻ പോവാം. d/2-ന് പകരം എക്സ് സൈൻ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ 2.60-ലോട്ട് d/2-ന് പകരം എക്സ് സൈൻ ആൽഫ എഴുതുക. സോ എക്സ് സൈൻ ആൽഫ കൊടുക്കുമ്പം നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും. 4k/π ഇൻറ്റു x/2 ഇൻറ്റു π/2 മൈനസ് ആൽഫ പ്ലസ് സൈൻ 2 ആൽഫ/2 മൈനസ് എക്സ് സൈൻ ആൽഫ കോസ് ആൽഫ. സോ ഇനി സൈൻ 2 ആൽഫയെ 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. സോ വിൽ ഗെറ്റ് 4kx/π ഇൻറ്റു π/4 മൈനസ് ആൽഫ 2 പ്ലസ് 2 സൈൻ ആൽഫ കോസ് ആൽഫ/4 മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4kx/π ഇൻറ്റു π/4 മൈനസ് ആൽഫ/2 മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ/2 ഈക്വൽ ടു. ഇനി ഇത് ഇത്രയും എഴുതിയാലും മതി, പക്ഷെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ എല്ലാ ടേമിനെയും ഒരു
4/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ കെ എക്സ് ഇൻറ്റു 4/π ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ട് -4/π കൊണ്ട് സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 4/π ഇൻറ്റു π/4 -4/π ഇൻറ്റു 1/2 ഇൻറ്റു ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. സോ കെ എക്സ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും ലാസ്റ്റ്? 1 - 2/π ഇൻറ്റു ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, സോ A1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് കൂട്ട് തന്നെ √(a1² + b1²). b1 0 ആയതുകൊണ്ട് A1 തന്നെയായിരിക്കും ആൻസർ. കെ എക്സ് ഇൻറ്റു 1 - 2/π ഇൻറ്റു ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ആംഗിൾ അതുകൂട്ട് ടാൻ ഇൻവേഴ്സ് b1 0 ആയതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് 0/A1 എന്ന് പറഞ്ഞാൽ 0 തന്നെയായിരിക്കും ആംഗിൾ. സോ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഈക്വൽ ടു kn of x, omega ഈക്വൽ ടു y1/x ആംഗിൾ φ1. ഓക്കെ, സോ അതിനെ എങ്ങനെ എഴുതാം? kn of x, omega ഈക്വൽ ടു k ഇൻറ്റു 1 - 2/π ഇൻറ്റു ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ ആംഗിൾ 0. So this is the describing function of a nonlinear system with only dead zone nonlinearity. Okay, thank you.